മെജസ്റ്റിക് ജ്വല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ. ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ. നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വൈറ്റ്. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ MLAയുടെ നേതൃത്വത്തിൽ യോഗം. KSEB തലപ്പാറ സെഷന്റെ കീഴിൽ രൂക്ഷമായി അനുഭവിക്കപ്പെടുന്ന വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി വള്ളിക്കുന്ന് മണ്ഡലം MLA AP അബ്ദുൽ ഹമീദ് മാസ്റ്റർ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം വിളിച്ചുകൂട്ടി. തലപ്പാറ സെഷന്റെ കീഴിലുള്ള ഉള്ളണം, കൂരിയാട്, ചേളാരി ഫീൽഡുകളിൽ ഓവർലോഡ് കാരണം വിവിധ പ്രദേശങ്ങളിലായി ട്രാൻസ്ഫോമറുകളിൽ വൈദ്യുതി ഓഫ് ചെയ്യുന്നത് മൂലം നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി വരികയും പല ദിവസങ്ങളിലും ജീവനക്കാരുമായി സംഘർഷാവസ്ഥ ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്നാണ് MLA യോഗം വിളിച്ചുകൂട്ടിയത്. വൈദ്യുതിയുടെ അമിത ഉപയോഗം കാരണം ഓവർലോഡ് വരുമ്പോൾ വിവിധ ഫീൽഡുകളിലെ ട്രാൻസ്ഫോമറുകൾ മുന്നറിയിപ്പില്ലാതെ ഓഫ് ചെയ്യുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. ഇനി മുതൽ തലപ്പാറ സെഷന്റെ പരിധിയിൽ വരുന്ന വിവിധ ഫീൽഡുകളിൽ വൈദ്യുതി ഓഫ് ചെയ്യുന്ന സമയം ഉപഭോക്താക്കളെ മുൻകൂട്ടി അറിയിക്കുവാനും അനന്തമായി ഓഫ് ചെയ്തിടുന്ന രീതി ഒഴിവാക്കുവാനും യോഗത്തിൽ തീരുമാനമായി. ഇത് പ്രകാരം ഓരോ ദിവസവും ഓരോ ഫീൽഡറിൽ ഓഫ് ചെയ്യുന്ന സമയവും ഓൺ ചെയ്യുന്ന സമയവും മുൻകൂട്ടി സെഷൻ ഓഫീസിൽ നിന്നും പൊതുജനങ്ങളെ അറിയിക്കുന്നതാണ്. കൂടാതെ തലപ്പാറ സെഷനിൽ ഒരു സബ്സ്റ്റേഷൻ തുടങ്ങുന്നതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിന് MLAയുടെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉൾപ്പെടുന്ന സമിതി ഉണ്ടാക്കുകയും അടിയന്തരമായി സ്ഥലം കണ്ടെത്താൻ തീരുമാനിക്കുകയും ചെയ്തു. KSEB ജീവനക്കാർ പൊതുജനങ്ങളുമായി നല്ല രീതിയിൽ പെരുമാറണമെന്നും ഇപ്പോഴുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങൾ KSEB ജീവനക്കാർക്ക് പൂർണ്ണ സഹകരണം നൽകണമെന്നും യോഗം അഭ്യർത്ഥിച്ചു. നമ്മുടെ തലപ്പാറ ഡിവിഷനിലെ പ്രധാനപ്പെട്ട എല്ലാ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മീറ്റിംഗ് ഇന്ന് വിളിച്ചുകൂട്ടി. എല്ലാ ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്തി. അപ്പോൾ അവരെല്ലാവരും ഇലക്ട്രിസിറ്റി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ സങ്കീർണമായ ഈ വിദ്യുത് ശക്തി തടസ്സം, അതുമായി ബന്ധപ്പെട്ട് വോൾട്ടേജ് പരിഹരിക്കാൻ സാധിക്കാത്തതിലുള്ള പ്രയാസങ്ങളൊക്കെ അവിടെ ഓരോന്നായി നിരത്തി. ഇതൊക്കെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സാഹചര്യം വെച്ചുകൊണ്ട് നിലവിലുള്ള പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് മെച്ചപ്പെട്ട രീതിയിൽ വൈദ്യുതി തടസ്സം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രായോഗികമായ പരിപാടികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് തലപ്പാറ കേന്ദ്രീകരിച്ചിരുന്നൊരു സബ്സ്റ്റേഷൻ വേണം. ആ സബ്സ്റ്റേഷൻ ആവശ്യമായിട്ട് 1 ഏക്കർ സ്ഥലം വേണം നമുക്ക് സബ്സ്റ്റേഷൻ. ആ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ട് എല്ലാ ക്രമീകരണങ്ങളും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിദ്യുച്ഛക്തി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ഥലം ലഭ്യമാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. എന്നാൽ ഇത് എന്നേക്കുമായി നമുക്കിതിന് പരിഹാരം കാണാൻ സാധിക്കും. പിന്നെ ഇലക്ട്രിസിറ്റിയുടെ വോൾട്ടേജുമായി ക്ഷാമോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി തടസ്സമൊന്നും ഒരിക്കലും അനുഭവപ്പെടാൻ സാധ്യതയില്ല. സ്ഥലം അടിയന്തരമായി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളൊരു സബ് കമ്മിറ്റി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും സ്ഥലത്തെ നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികളെ വെച്ചൊരു സബ് കമ്മിറ്റിക്കും ഫോം ചെയ്തിട്ടുണ്ട്. അവർ വളരെ പെട്ടെന്ന് അതിനുള്ള പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K. കലാ മാസ്റ്റർ പെരുവള്ളൂർ, NM സുഹ്റാബി മുന്നിയൂർ, T. വിജിത് തേഞ്ഞിപ്പലം, മറ്റു ജനപ്രതിനിധികളായ ഹനീഫ അച്ചാട്ടിൽ, CP സുബൈദ, ജാസ്മിൻ മുനീർ, KSEB ഉദ്യോഗസ്ഥരായ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഹൈദർ അലി, തിരുരങ്ങാടി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ OP വേലായുധൻ, തിരുരങ്ങാടി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റൈഹാനത്ത്, തലപ്പാറ ഇലക്ട്രിക്കൽ സെഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുദീപ് J, തലപ്പാറ സെഷൻ സബ് എഞ്ചിനീയർ ജിന T, തിരുരങ്ങാടി സബ് ഡിവിഷൻ സബ് എഞ്ചിനീയർ രമേശ് V, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ VP സൈതലവി എന്ന കുഞ്ഞാപ്പു, NM അൻവർ, K. മൊയ്തീൻകുട്ടി, മത്തായി യോഹന്നാൻ, അഡ്വക്കേറ്റ് CP മുസ്തഫ, ഷുക്കൂർ, അഷ്റഫ് കളത്തിങ്ങൽപാറ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്.
അക്കൗണ്ടിംഗ് ആൻഡ് ഇ-ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ. അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും. അത് മറികടക്കാനായി IHT കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു NERGY 360. ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. IHT കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ, തിരൂർ. ഫോൺ 9847 300 120.